الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന പാഠഭാഗങ്ങളെ മുൻനിർത്തി ബിൽഖീസ് രാജ്ഞിയുടെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം ശ്രമിച്ചത്. ഉഗ്രപ്രതാപിയായി നിലകൊള്ളുന്ന ഭരണാധികാരി കൂടിയായ പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് ലഭ്യമായ സ്ഥാനവും പദവിയും തൻ്റെ കീഴിൽ സമൃദ്ധിയോടെ നിലകൊള്ളുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കരുത്തും ശക്തിയും എല്ലാം ഉപയോഗപ്പെടുത്തി നിലകൊണ്ടുകൊണ്ടിരിക്കെ തന്നെ തന്നിൽ അർപ്പിതമായ നിയോഗം, ദൗത്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ രാഷ്ട്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാഷ്ട്ര സമൂഹം സബഉ നിവാസികൾ, അവർ വിഗ്രഹാരാധകർ, പൈശാചിക വിശ്വാസക്രമത്തിന് അടിപ്പെട്ടു ജീവിക്കുന്നവരുമാണ് എന്ന് അള്ളാഹു തനിക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒന്നാകുന്ന പക്ഷികളെ വരെ വിധേയപ്പെടുത്തി സൈന്യത്തെ സജ്ജീകരിക്കാൻ നൽകിയ അനുഗ്രഹത്തിൻ്റെ ഫലത്തിൽ ഹുദുഹുദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മരംകൊത്തി മുഖേന വിവരം കിട്ടിയപ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് തൻ്റെ അരിസാല, തൻ്റെ മിഷൻ അദ്ദേഹം നിവർത്തിക്കുകയും ആ സമൂഹത്തിന് കത്തയക്കുകയും ചെയ്തത് മുതൽ
വിശുദ്ധ ഖുർആൻ സൂറ അൻ-നംലിലെ ഏകദേശം 30-ലധികം ആയാത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠഭാഗമായിരുന്നു ഖുതുബയുടെ ഇതിവൃത്തം. അതിൻ്റെ തുടർച്ചയിൽ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സാത്വിക ഭാവവും വിനീത വിധേയനായിക്കൊണ്ട് നാഥന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയും തൻ്റെ ദൂതന്മാർ മുഖേന മനസ്സിലാക്കിയ സബയിലെ രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൊട്ടാരത്തിലേക്ക് വരികയും അവരുടെ മുമ്പിൽ അവരുടെ തന്നെ സിംഹാസനം, ഈ രാജ്ഞിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, ഇത് തന്നെയാണോ നിങ്ങളുടെ സിംഹാസനം എന്ന് അതിനെ ചൂണ്ടിയിട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഖാലത് കഅന്നഹു ഹുവ, ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു എന്ന് രാജ്ഞി മറുപടി പറഞ്ഞ പശ്ചാത്തലത്തിൽ അവർ അതിനോട് ചേർത്ത് പറഞ്ഞ ഒരു വാക്യം, ഞങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ ആരെന്നറിയാം, അതുകൊണ്ട് വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടാണ് അങ്ങയുടെ സവിധത്തിൽ വന്നിരിക്കുന്നത് എന്നവർ പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ അപാരമായ പിൻബലം ഈ പ്രവാചകനുണ്ട് എന്നും തന്റെ കൊട്ടാരത്തിനകത്തിരിക്കുന്ന സവിശേഷമായ സിംഹാസനം സുലൈമാൻ അലൈഹിസ്സലാമയുടെ സിംഹാസനത്തിന്റെ അരികത്ത് സ്ഥാനം പിടിച്ചതിന്റെ പിന്നിൽ ഇദ്ദേഹം പ്രവാചകനാണ് എന്നതിന്റെ അപാരമായ തെളിവ് നിലകൊള്ളുന്നു എന്നും ബിൽഖീസ് രാജ്ഞിക്കും കൂടെ വന്ന നിവേദക സംഘത്തിനും ബോധ്യമായി. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത്രയുമാണ് നാം പറഞ്ഞെത്തിയ ഭാഗം. സുലൈമാൻ അലൈഹിസ്സലാമയും പരിവാരങ്ങളും രാജ്ഞിയെയും അവരുടെ കൂടെ വന്ന നിവേദക സംഘത്തെയും കൊട്ടാരത്തിനകത്തേക്ക് ക്ഷണിച്ചു. അവരോട് പറയപ്പെട്ടു, നിങ്ങൾ നമ്മുടെ കൊട്ടാരത്തിലേക്ക് മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക. ആ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഈ രാജ്ഞി ധരിച്ചു വശായി ഇതൊരു തെളിനീർ തടാകമാണ് എന്ന്. വെള്ളം കെട്ടി നിർത്തിയ ഒരു തടാകം പോലെയാണ് ആ മണ്ഡപത്തിന്റെ പ്രതലം അല്ലെങ്കിൽ അതിന്റെ തറ അവർക്ക് ബോധ്യമായത്. അതുകൊണ്ട് തന്നെ വെള്ളം നനയാതിരിക്കാൻ അവർ കണങ്കാലിൽ നിന്ന് അവരുടെ വസ്ത്രം പൊക്കി ഉയർത്തി. ഖാല, അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്നഹു സർഹും മുമർറദും മിൻ ഖവാരീർ, ഇത് തിളങ്ങുന്ന സ്ഫടിക മണ്ഡപമാകുന്നു, തടാകമല്ല, ഇത് സ്ഫടിക മണ്ഡപമാണ്. ഖാലത്, അവിടെ വെച്ച് അവർ പ്രഖ്യാപിച്ചു, റബ്ബി ഇന്നി ളലംതു നഫ്സി, എൻ്റെ നാഥ, ഞാൻ ഇത്രയും കാലം എന്നോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയായിരുന്നു. പ്രപഞ്ചനാഥനെ അറിയാതെ, സന്മാർഗമറിയാതെ ഏതോ വഴിയെ സഞ്ചരിച്ചായിരുന്നു എൻ്റെ പോക്ക്. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, സുലൈമാൻ അലൈഹിസ്സലാമയുടെ കൂടെ സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ വഴിപ്പെടുന്നു, അസ്ലംതു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് അവർ വീണ്ടും പ്രഖ്യാപിച്ചു. സൂറ അൻ-നംലിലെ 44-ാമത് സൂക്തം. അധികാരത്തിലിരിക്കുന്ന ഒരു പ്രവാചകൻ, സിറിയയും ഫിലസ്തീനും ചേരുന്ന വിശാലമായ സുഡാനും ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണാധികാരി, മറ്റേതൊരു ഭരണാധികാരിക്ക് ലഭ്യമായതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭ്യമായ ഒരു വലിയ വ്യക്തിത്വം. ആ അനുഗ്രഹങ്ങളുടെ സുഖ ശീതള ഛായയിൽ അങ്ങനെ തുടരാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ദാസൻ എന്ന നിലക്ക്, സർവോപരി പ്രവാചകൻ എന്ന നിലക്ക് തന്റെ ദൗത്യവും നിയോഗവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. തന്റെ രാഷ്ട്രനിവാസികൾ എല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിന്റെ ക്രമവും വ്യവസ്ഥയും ഭരണവും നിലനിൽക്കുന്ന പ്രവാചക നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്ര സമുച്ചയമാണ് ഈ വിശാലമായ ഫിലസ്തീൻ. ഐക്യ ഫിലസ്തീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പുതിയ രാഷ്ട്രഘടനയുടെ ഭാഷയിൽ അതിനെക്കുറിച്ച് പറയാം. ആ ഐക്യ ഫിലസ്തീനിന്റെ ഭരണാധികാരിയായ സുലൈമാൻ അലൈഹിസ്സലാം
തന്റെ രാഷ്ട്രത്തിന്റെ അപ്പുറത്ത്, കിലോമീറ്ററുകൾ അപ്പുറത്ത് ഒരു ജനസമൂഹം അള്ളാഹുവിനെ അറിയാതെ, അള്ളാഹുവിന്റെ സന്ദേശം അറിയാതെ ജീവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ഭരണാധികാരിയായി നിന്നുകൊണ്ട് അതേ പ്രൗഢിയോടെ, അതേ ഗരിമയോടെ, ഗാംഭീര്യത്തോടെ അവരെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ അതാതു കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് കത്തുകൾ അയച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ചരിത്രം പലവരും നമ്മുടെ ഇസ്ലാം വായനയിൽ കേട്ടവരാണ് മുമ്പിലിരിക്കുന്നവർ എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇതൊരു പ്രബോധനത്തിന്റെ രീതിയാണ്. മക്കയിൽ യഥാർത്ഥത്തിൽ തന്നെ താണു കൂണ് കേണപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് അവരുടെ പിന്നാലെ നടന്ന് അവരുടെ ആട്ടും തുപ്പും കേട്ട് ക്ഷണിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവാചകൻ മദീനയാകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി മാറിയപ്പോൾ പ്രബോധന മുഖത്ത് വന്ന ഗാംഭീര്യവും ഗരിമയുമാർന്ന മാറ്റം ഇസ്ലാമിന്റെ ശൈലീ സമീപനമാണ് എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ നമ്മെ ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ട് ഭരണാധികാരിയായി നിന്നുകൊണ്ട് തന്റെ ഭരണത്തിന്റെ ബലത്തിലും തന്റെ പ്രൗഢിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ്, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, നിങ്ങൾ അള്ളാഹുവിലേക്ക് വരണം, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് എന്റെ മുമ്പിൽ ഹാജരാവണം. യഥാർത്ഥത്തിൽ അവസാനമായി ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച പശ്ചാത്തലത്തിൽ റബ്ബി ഇന്നി ളലംതു നഫ്സി, എന്റെ നാഥ, ഞാൻ നിന്നോട് അതിക്രമമാണ് കാണിച്ചത്, എന്നോട് തന്നെ കാണിച്ച അതിക്രമം, നിന്നെ അറിയാതെ, നിന്റെ വഴി അറിയാതെ സഞ്ചരിച്ചു. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ സുലൈമാന്റെ കൂടെ ഞാനിതാ നിനക്ക് വിധേയയായി മുസ്ലിമായി മാറിയിരിക്കുന്നു എന്ന് ബിൽഖീസ് രാജ്ഞി പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിലേക്ക് അവരെ എത്തിച്ച പശ്ചാത്തലം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നാമതായി അദ്ദേഹം അയച്ച കത്ത് അവരെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കാൻ പോന്ന ഒന്നായിരുന്നു. സാധാരണ രാജാക്കന്മാരുടെ കത്തിന്റെ ശൈലിയായിരുന്നില്ല അതിൽ. ആ കത്തിന്റെ തുടക്കം തന്നെ വഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് സുലൈമാൻ അലൈഹിസ്സലാമയുടെ കത്താണ്. അതിന്റെ തുടക്കം പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ്. ആ കത്ത് തന്നെ യഥാർത്ഥത്തിൽ ഇവരെ സ്വാധീനിക്കാൻ കാരണമായി. കാഴ്ചകൾ ധാരാളമായി നൽകിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വിധേയപ്പെടാം, അതുകൊണ്ട് കപ്പം നൽകിക്കൊള്ളാം, കാഴ്ച നൽകിക്കൊള്ളാം എന്ന് പ്രഖ്യാപിക്കാൻ തന്റെ നിവേദക സംഘത്തെ അയച്ചപ്പോൾ ആ കാഴ്ചകൾ അപ്പടി നിരസിക്കുകയും തിരസ്കരിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു എന്നത് വീണ്ടും ആ ജനസമൂഹത്തെ സ്വാധീനിച്ചു. മൂന്നാമതായി പ്രതിനിധികൾ നൽകിയ വിശദീകരണം, അദ്ദേഹത്തിന്റെ ഐശ്വര്യം, ലഭ്യമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കെല്ലാം ഉടമയായി ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൽ കാണുന്ന വിജ്ഞാനം, വിനയം, വിധേയത്വം, സാത്വിക ഭാവം, ഇതെല്ലാം ഈ നിവേദക സംഘം മുഖേന രാജ്ഞിക്ക് അറിയാൻ അവസരമുണ്ടായി എന്ന്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഊതീനൽ ഇൽമ മിൻ ഖബലിഹ, ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ശരിയായ വിവരം കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഈ രാജ്ഞി പ്രഖ്യാപിച്ച പ്രഖ്യാപനം അതിന്റെ തെളിവാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. നാലാമതായി അവരുടെ സിംഹാസനം ഇത്രയും ദൂരം ഇവിടെ സഞ്ചരിച്ചെത്തി സുലൈമാൻ അലൈഹിസ്സലാമയുടെ സിംഹാസനത്തിന്റെ ചാരെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ബോധ്യമായി ഇത് അള്ളാഹുവിന്റെ അമാനുഷികമായ ദൃഷ്ടാന്തമായി ഈ പ്രവാചകനെ ബലപ്പെടുത്താനുള്ള തെളിവായി അള്ളാഹു നൽകിയതാണ് എന്ന്. അഞ്ചാമതായി ഇപ്പോൾ അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ വെള്ളത്തടാകമാണെന്ന് ധരിച്ചുപോയി അവർ. അത്രയും കൃത്യമായ വെണ്ണക്കൽ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഒരു വല്ലാത്ത മണ്ഡപമായിരുന്നു അതെന്നും അത് മനുഷ്യ സാധ്യമായ സംഗതിക്കപ്പുറം അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്ത പല സൃഷ്ടികളെ കൊണ്ടും സംവിധാനിക്കപ്പെട്ടതായിരുന്നു എന്നും കാഴ്ചയിൽ അതൊരു വെള്ളത്തടാകമാണെന്ന് തോന്നുമാറുള്ള അവസ്ഥയിലായിരുന്നു എന്നും, എന്നാൽ ഇത് കൽമണ്ഡപമാണ്, ഒരു വെണ്ണക്കൽ മണ്ഡപമാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ബോധ്യമായി ഇത്രയും വലിയ ഐശ്വര്യത്തിന്റെ ഉടമയായിട്ടും നാഥനെ സ്തുതിച്ചും തമ്പുരാനെ വാഴ്ത്തിയും
നാഥന്റെ കൽപ്പനാനുസാരം ജീവിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തി പ്രവാചകൻ തന്നെ എന്നവർക്ക് ബോധ്യമായപ്പോഴാണ് അസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാൻ സുലൈമാൻ അലൈഹിസ്സലാമയുടെ കൂടെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് വിധേയപ്പെട്ടിരിക്കുന്നു എന്നവർ പ്രഖ്യാപിച്ചു. അപ്പോൾ തങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഇസ്ലാമിന്റെ വളർച്ചക്കും ഉയർച്ചക്കും അതിന്റെ പ്രബോധനത്തിനും ഉപയോഗപ്പെടുത്തുക എന്ന വലിയ ഒരു തിരിച്ചറിവ് മനുഷ്യരെ, മാലോകരെ, വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ നിരീക്ഷണവും നിഗമനവും അവർ ഉന്നയിക്കുന്ന പാഠങ്ങളും വസ്തുതകളുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. ഏതേതു സ്ഥാനത്തും പദവിയിലും എത്തിപ്പെടുന്നവർ അവർ ആരായിരുന്നാലും ശരി, അവർ അടിസ്ഥാനപരമായി ആരെന്ന തിരിച്ചറിവ് ഉണ്ട് എങ്കിൽ അവരുടെ ചുമലിൽ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകൾ മറന്നു പോകാൻ പാടില്ല എന്നും, അത് കൊട്ടാരത്തിൽ അധിവസിക്കുന്ന പ്രഭുവായിരുന്നാലും അക്കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രങ്ങളെയും വെല്ലുന്ന സംവിധാനങ്ങളുടെ തലപ്പത്ത് കയറിയിരിക്കാൻ അവസരം കിട്ടിയ വ്യക്തിത്വമായിരുന്നാലും അള്ളാഹുവിന്റെ വിനീത വിധേയനായ ദാസനായി ദൗത്യ നിർവഹണ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെന്ന തിരിച്ചറിവാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത് എന്നും ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ രീതി സ്വീകരിച്ചതിന്റെ അനുഭവങ്ങൾ തിരുനബിയുടെ സീറ പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഹിർക്കൽ ചക്രവർത്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത്, നജാഷി രാജാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത്, ഇതെല്ലാം അതിന്റെ വലിയ വലിയ തെളിവുകളായി നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രത്തിൽ ഹിർക്കൽ ചക്രവർത്തിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത് വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ തുടക്കവും ഇതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ, മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ ഹിർക്കൽ അളീമിർ റൂം, റോമാ സാമ്രാജ്യത്തിന്റെ ബഹുമാന്യനായ അധിപനും ചക്രവർത്തിയുമായ ഹിർക്കലിന് അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് ഉള്ള കത്ത് എന്നാണ് അതിന്റെ ആമുഖം. എന്നിട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സലാമൻ അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനം, രക്ഷ. അമ്മാ ബഅദ്, പിന്നീട് റസൂലുള്ളാഹി എഴുതി തുടങ്ങുകയാണ്. ആ കത്തിലെ വരികൾ ഇങ്ങനെയാണ്: ഫഇന്നി അദ്ഊക ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വെച്ചുകൊണ്ട് ഈ ഉള്ളവൻ അങ്ങയെ ക്ഷണിക്കുകയാണ്. അസ്ലിം തസ്ലം, നിങ്ങൾ മുസ്ലിം ആവണം എങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. നിങ്ങൾ മുസ്ലിം ആവണം എങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്ത് ശാന്തി, സമാധാനം, ഐശ്വര്യം, പരലോകത്ത് രക്ഷ, മോക്ഷം, നിങ്ങൾ രക്ഷ പ്രാപിക്കും ഇസ്ലാം സ്വീകരിച്ചാൽ. വഅസ്ലിം, അങ്ങ് ഇസ്ലാം സ്വീകരിക്കണം. യുഅ്തീകല്ലാഹു അജ്റക മറത്തൈൻ, എങ്കിൽ അല്ലാഹു അങ്ങേക്ക് ഇരട്ടി പ്രതിഫലം നൽകും. താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നത് മുഖേന താങ്കൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. ഒന്ന്, താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്ന മുഖേന ഒരു ജനത ഇസ്ലാമിലേക്ക് വരും. താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്ന മുഖേന കിട്ടുന്ന പുണ്യവും, അധികാരിയായി ഭരണാധികാരിയായി സമൂഹത്തെ നയിക്കുന്ന നായകൻ ഇസ്ലാം സ്വീകരിക്കുന്നത് മുഖേന ആ നാട് ഒന്നടങ്കം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അങ്ങനെ ഒരു വിജയം സംഭവിച്ചാൽ ജനങ്ങൾ ഒന്നടങ്കം കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച അങ്ങേക്ക് കാണാം പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ, ഒരു ജനപദം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർ ഇസ്ലാം സ്വീകരിക്കാൻ അങ്ങ് കാരണക്കാരനായതിന്റെ പ്രതിഫലവും കൂടി അങ്ങേക്ക് ലഭിക്കും. അതുകൊണ്ട് ഇരട്ടി പ്രതിഫലം. വൈൻ തവല്ലൈത, ഇനി ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറില്ലാതെ താങ്കളുടെ അധികാരവും അതിന്റെ ശീതളിമയും കാരണമായി പിറകോട്ട് പോകാനാണ് അങ്ങയുടെ ശ്രമമെങ്കിൽ ഈ അനുയായികളുടെ മുഴുവൻ കുറ്റവും അങ്ങ് ഏറ്റുവാങ്ങേണ്ടി വരും. താങ്കൾ കാരണമായിട്ട് ഒരു ജനതക്ക് സന്മാർഗം തടയപ്പെട്ടിരിക്കുന്നു. താങ്കൾ കാരണമായിട്ട് ഒരു ജനപദം തിന്മയിലൂടെ സഞ്ചരിക്കേണ്ടുന്ന ഗതികേട് സംഭവിക്കുന്നു. അതിന്റെ കുറ്റവും അങ്ങ് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് എഴുതി വെച്ച ശേഷം സൂറ ആൽ ഇംറാനിലെ ഒരു സൂക്തം ഉദ്ധരിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കത്തിൽ. ആ സൂക്തമാണ് ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ചത്. സൂറ ആൽ ഇംറാൻ 64. കുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദവിശ്വാസികളെ, വേദക്കാരെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും, നമുക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങൾ വാ. നമുക്ക് രണ്ട് കൂട്ടർക്കും ഒത്തുകൂടാവുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു ആശയത്തിലേക്ക് നിങ്ങൾ വാ. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, ഒന്ന് നാം അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം പരമമായി അനുസരിക്കുകയും ചെയ്യും. വലാ നുശ്രിക ബിഹി ഷൈഅ,
അവനിൽ നാം ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ വിട്ട് നമ്മിൽ ചിലരെ റബ്ബുകളാക്കി, സംരക്ഷകരായി, നായകന്മാരാക്കി വെക്കുന്ന ആ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോവുകയില്ല. അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കുകയുമില്ല എന്ന നമുക്ക് യോജിക്കാവുന്ന ഈ പൊതു ആശയത്തിലേക്ക്, ഈ പൊതുവായ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വരിക. ഫൈൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിയുകയാണ് എങ്കിൽ ഫഖൂലു ഷ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ മാത്രം അടിമത്തം സ്വീകരിച്ചവരാണെന്നും അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണ് എന്നതിന് നിങ്ങൾ സാക്ഷികളാകുവിൻ എന്ന് പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക എന്ന സൂറ ആൽ ഇമ്രാനിലെ 64-ാമത് സൂക്തവും ഈ കത്തിന്റെ അവസാന ഭാഗത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ഇത് ഹിർക്കൽ ചക്രവർത്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച കത്താണ്. ഇത് മക്കയിലെ കണ്ടവരുടെ അടിയും ഇടിയും ഏറ്റുവാങ്ങി നിലകൊള്ളുന്ന ഒരു പ്രവാചകന്റെ പ്രബോധനത്തിന്റെ രീതിയല്ല. ഇത് മദീനയാകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ പ്രൗഢിയോടെ നയിക്കുന്ന ഒരു ഭരണാധികാരിയായ പ്രവാചകന്റെ ശബ്ദവും സ്വരവുമാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടൂ. നേർക്കുനേരെ തന്റെ കയ്യിലുള്ള ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി റോമ സാമ്രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയോട് ഇസ്ലാമിലേക്ക് അവരെ വിളിച്ചും ക്ഷണിച്ചും സംസാരിക്കുന്ന പ്രവാചകന്റെ രീതി, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇങ്ങനെ ഒരു പ്രബോധന ശൈലി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ പാഠമാണ്. സുലൈമാൻ അലൈഹിസ്സലാമ ചെയ്ത അതേ രീതി വേറെ ഒരു അർത്ഥത്തിൽ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയോട് കത്തെഴുതിക്കൊണ്ട് ആവശ്യപ്പെടുന്ന ഈ കത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവർ ഏത് അവസ്ഥയിലാണെങ്കിൽ, ചിലപ്പോൾ ഒരു സമൂഹത്തിൽ മർദ്ദിതരായിട്ട്, അപ്പോഴും അവർ പ്രബോധകരായിരിക്കും. ആ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ അടി കൊണ്ടുകൊണ്ട് കിടക്കുമ്പോഴും അവരുടെ ദൗത്യം മറന്നു പോവില്ല. ചിലപ്പോൾ അവർ സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ മർദ്ദനത്തിൻ്റെതോ ഭീതിയുടേതോ ആയ അവസ്ഥകളില്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്ന, സാധാരണ നയിക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പോഴും അവർ അള്ളാഹുവിന്റെ മാർഗത്തിലെ സത്യത്തിന്റെ സാക്ഷികളും പ്രബോധകരുമായിരിക്കണം. ചിലപ്പോൾ അവർ ഭരണാധികാരികളായി പ്രൗഢതയോടെ ഭരിക്കുന്നവരായിരിക്കാം. അപ്പോഴും അവർ തങ്ങളുടെ രാഷ്ട്രങ്ങൾക്കപ്പുറത്തുള്ള മനുഷ്യന്റെ ഹിദായത്ത് അവർക്ക് ഏറ്റവും വലിയ കൊതിയുള്ള, അവരുടെ വലിയ ലക്ഷ്യമായിട്ട് മാറുകയും അതിനൊരു ഭരണാധികാരിയും ഭരണകൂടത്തിന്റെ ഫലവും ഉള്ളപ്പോൾ ഏതൊരു ശൈലിയും രീതിയുമാണോ അത്തരം ഒരു ഘട്ടത്തിൽ ഉസ്ലൂബു ദഅവ, പ്രബോധനത്തിന്റെ ശൈലി എങ്കിൽ ആ ശൈലി അവർ സ്വീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം വിശ്വാസികളായ നമ്മെ യഥാവിധി പഠിപ്പിക്കുന്ന ഇസ്ലാമിക പാഠങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജ്ജാശി രാജാവിന് കത്തയച്ച കത്തിന്റെ ആമുഖവും ഇങ്ങനെ തന്നെ. അതിന്റെ ഇടയിൽ 2-3 വരികൾ സവിശേഷമായ ശ്രദ്ധ അറിയിക്കുന്നു. അസ്ലിം അൻത, നജ്ജാശി രാജാവ് ഇസ്ലാമിലെ സഹാബത്തിന് സംരക്ഷണം കൊടുത്ത ഭരണാധികാരിയാണ്. ആദ്യത്തെ ഹിജ്റ സംഘം, ആദ്യമായി മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോയ സംഘം നജ്ജാശി രാജാവിന്റെ നാട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഒരു ഔദാര്യം അദ്ദേഹം മുസ്ലിമീങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ ആൻഡ് പാർട്ടി അവിടെ ചെന്നുകൊണ്ട് ഇവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് തെറ്റായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും നീതിമാനായ നജ്ജാശി രാജാവ് അവരെ പറഞ്ഞയച്ചില്ല, അവരെ സംരക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേർക്കുനേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അസ്ലിം അൻത, അങ്ങ് മുസ്ലിം ആവണം. അദ്ഉക ഇലല്ലാഹി വഹ്ദ, അങ്ങേ ഏകനായ അല്ലാഹുവിലേക്ക് ഈ ഉള്ളവൻ ക്ഷണിക്കുന്നു. ലാ തുശ്രിക് ലഹു, അങ്ങ് ഒരിക്കലും അല്ലാഹുവിൽ പങ്കാളികളെ വെക്കരുത്. വഅദ്ഉക അൻ തത്തബഅനി, അങ്ങ് എന്നെ പിൻപറ്റണം എന്ന് ഞാൻ അങ്ങയോട് ആഹ്വാനം ചെയ്യുന്നു. ഫഇന്നി റസൂലല്ലാഹ്, കാരണം ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വഅദ്ഉക വജുനൂദക ഇലല്ലാഹ്, അങ്ങയെയും വജുനൂദക, അങ്ങയുടെ സൈന്യത്തെയും ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്നും ആ കത്തിൽ സവിശേഷമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവിന് എഴുതി. നജ്ജാശി രാജാവ് ഈ കത്ത് ഉൾക്കൊണ്ടു എന്നാണ് ചരിത്രം. അദ്ദേഹം രഹസ്യമായി മുസ്ലിമായി എന്നാണ്. അങ്ങനെ രഹസ്യമായി മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം മരിക്കുകയും ക്രൈസ്തവ ആചാരപ്രകാരം മറമാടപ്പെടുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം മരിച്ചു എന്ന വിവരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ കൂട്ടിയിട്ട് നജ്ജാശി രാജാവിന് മയ്യിത്ത് നമസ്കരിച്ചു എന്നാണ്. ഒരു മയ്യിത്തിന് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്ത് മുമ്പിലില്ലാതെ നമസ്കരിച്ചത്. അത് നജ്ജാശി രാജാവിന്റെ ജനാസക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ജനാസ മുമ്പിലില്ല. ബാക്കി എല്ലാ മയ്യിത്ത് നമസ്കാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് ജനാസ മുമ്പിൽ ഹാജരായിരിക്കുമ്പോഴാണ്. ഈ സംഭവം അത്രമേൽ സവിശേഷമാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. നാം മനസ്സിലാക്കേണ്ടത്, നമുക്കുമുണ്ടല്ലോ ഭരണാധികാരികൾ, നമുക്കുമുണ്ടല്ലോ പ്രൗഢിയോടെ നിലകൊള്ളുന്ന രാഷ്ട്രങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നായകന്മാരും നേതാക്കന്മാരും തമ്പ്രാക്കന്മാരുമൊക്കെ ഈ സുലൈമാൻ അലൈഹിസ്സലാമയെ യഥാവിധി അറിഞ്ഞിരുന്നു എങ്കിൽ മദീനയാകുന്ന ഒരു കൊച്ചു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച ഈ രീതി അത് പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണോ സാധ്യമാവുക അങ്ങനെ അത് തിരിഞ്ഞിവിടെ സുന്നത്തായി മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നമുക്ക് ലഭ്യമായ പ്രൗഢിയും അധികാരവും ധനബലവും നമ്മുടെ കാൽക്കീഴിൽ അള്ളാഹു നിശ്ചയിച്ചു നൽകിയ ഈ വലിയ സമ്പന്നതയും ഒക്കെ ഇസ്ലാമിന്റെ വളർച്ചക്കും ഉയർച്ചക്കും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമായിരുന്നില്ലേ എന്ന ക്രിയാത്മകമായ ഒരു ചിന്തയ്ക്ക് ഇവിടെ ഇടമുണ്ടോ എന്ന് നിങ്ങൾ വിനയപുരസ്സരം പരിശോധിക്കണം. പള്ളി ഉണ്ടാക്കാനും പണം കൊടുക്കുന്നതും ദഅവത്തിന്റെ ഭാഗമായി കുറെ പുസ്തകം അടിച്ചിറക്കുന്നതും കുറെ മുസ്ഹഫ് അടിച്ച് വിതരണം ചെയ്യുന്നതും മാത്രമാണ് ഇസ്ലാമിക പ്രബോധനമെന്നും അതിനപ്പുറത്ത് വലിയ വലിയ രാഷ്ട്ര സംവിധാനങ്ങളുമായി സാധ്യമാകുന്ന നയതന്ത്ര ബന്ധത്തിലൂടെ അള്ളാഹുവിന്റെ സന്ദേശം അവർക്ക് എത്തിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നും ആരെങ്കിലും നമ്മെ തെറ്റായി ബോധവൽക്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന ഖുർആനിക അധ്യാപനങ്ങൾക്കും തിരുസുന്നത്തിന്റെ ഈ അധ്യാപനത്തിനും എന്താണ് വില എന്നും എന്താണ് അതിന്റെ ഉദ്ദേശമെന്നും വിനയപുരസ്സരം ചിന്തിക്കണം. മറിച്ചായിരുന്നു എങ്കിൽ ഈ രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്ന വ്യത്യസ്ത സമൂഹ രാഷ്ട്ര സംവിധാനത്തിലെ നായകന്മാരുടെ ഹൃദയ മസ്തിഷ്കത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം പടർത്തിവിടാൻ, അതിന്റെ സുന്ദരമായ ഭാവം പ്രസരിപ്പിക്കാൻ, അവരെ ഇത്തരം സന്ദേശങ്ങൾ കാണിക്കാൻ, കേൾപ്പിക്കാൻ, അവരെ ക്ഷണിച്ചും വിളിച്ചും ഇത്തരം സന്ദേശങ്ങളെ എത്തിക്കാൻ ഒരു ശ്രമം നേരെ ചൊവ്വേ നടന്നിരുന്നു എങ്കിൽ നിലവിലുള്ള മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വലിയ അളവിൽ മാറുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? മനുഷ്യ മനസ്സുകളുടെ താക്കോലുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. അതൊരിക്കലും ഇവിടുത്തെ ഒരു തമ്പ്രാന്റെയും കയ്യിലല്ല. പടച്ചതമ്പുരാന്റെ ദീനിന്റെ വെളിച്ചം മനുഷ്യ മനസ്സുകളിൽ യഥാവിധി എത്തിക്കാൻ ശ്രമം നടന്നിരുന്നു എങ്കിൽ അവിടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പാഠമാണ് ബിൽക്കീസ് രാജ്ഞിയും ഒരു ജനപദവും ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചതിന്റെ അനുഭവം എന്നറിയണം. ഏറ്റവും ചുരുങ്ങിയത് ആ വ്യക്തികളെങ്കിലും ഇസ്ലാമിനെ സ്നേഹിക്കുമെന്നതിന്റെ തെളിവാണ് നജ്ജാഷി രാജാവിന്റെ രഹസ്യമായ ഇസ്ലാം സ്വീകരണവും അതിലെ തുടർച്ചയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനേ ഇസ്ലാമിൽ ന്യായമുള്ളൂ. അതിനപ്പുറത്ത് ഞാനൊരു മുസ്ലിമാണെന്നും എനിക്കൊരു ദൗത്യമുണ്ടെന്നും ആരും അറിയേണ്ടതില്ല. ഒരു സെക്കുലർ സമൂഹത്തിൽ അൾട്രാ സെക്കുലറിസ്റ്റായി അവരുടെ തെറ്റായ സംസ്കാരത്തിന്റെ കുത്തക ഏറ്റെടുത്ത് നമ്മുടെ രാഷ്ട്രഗാത്രത്തിലെ സംസ്കാരം ഇസ്ലാമിൻ്റെതായിരിക്കെ ആ സംസ്കാരത്തെ മറികടന്നുകൊണ്ട് ഈ തെറ്റായ പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ മലവെള്ള പാച്ചിലിനെ സ്വന്തം രാഷ്ട്രത്തിലേക്ക് വഴി തുറന്ന് വെട്ടിവിട്ടവർ യഥാർത്ഥത്തിൽ അവർ കാണിച്ച ക്രൂരത എത്രമേൽ വലുതാണെന്ന് വിനയപുരസ്സരം ചിന്തിക്കണം. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു അറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യത്ത് സഞ്ചരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ പ്രസ്താവം ഇങ്ങനെയാണ്: കണ്ണടച്ച് നടന്നാൽ സുഹൃത്തെ വാഹനം ഇടിച്ച് തെറിച്ചു പോകും, കണ്ണ് തുറന്ന് നടന്നാൽ കണ്ണ് നരകത്തിനും പോകുമെന്ന്. അത്തരം ഒരവസ്ഥയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്തളത്തെ മാറ്റിയെടുത്തവർ ഖുർആൻ ഖത്മ് തീർത്തിട്ട് കാര്യമില്ല. അവര് നബിയുടെ പേരിൽ സ്വലാത്ത് എണ്ണിപ്പെറുക്കി വണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല. ഇത് കൃത്യമായൊരു പാഠമാണ്. നമുക്കൊരു മിഷൻ ഉണ്ട് എന്ന്, നമുക്കൊരു തിരിച്ചറിവുണ്ടാവണമെന്ന്, നമുക്കൊരു നിയോഗമുണ്ടെന്ന്, നമ്മുടെ കയ്യിലെ സകല പ്രൗഢതയും ഇസ്ലാമിന് വേണ്ടിയായിരിക്കണമെന്ന്. നമ്മളൊരു സാധാരണക്കാരനാണെങ്കിലും, നമ്മളൊരു മധ്യ കുടുംബത്തിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ടവനാണെങ്കിലും, നമ്മളൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും, അധികാരത്തിന്റെ 7 അയലത്ത് ഒരു വാർഡ് മെമ്പർ സ്ഥാനമാണ് കിട്ടിയത് എങ്കിലും, അതിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിലാണ് കയറിയിരിക്കുന്നത് എങ്കിലും, ഞാൻ ആരെന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന കൃത്യമായ വെളിപാട് ഈ സമുദായത്തിന് എന്നാണാവോ മനസ്സിലാവുക എന്ന് നമുക്കിത് വായിച്ച് വേവലാതിപ്പെടാം. അത്രയും കൃത്യമാണ് കാലഘട്ടത്തിലെ ദുരന്തമുഖമെന്ന് വളരെ വിനയപുരസ്സരം നമ്മൾ അറിയണം. അങ്ങനെ ഒരു ശ്രമം നടന്നാൽ വിജയിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ബിൽക്കീസ് രാജ്ഞിയുടെ അനുഭവം. അതുകൊണ്ടാണ് ബിൽക്കീസ് രാജ്ഞി ഇസ്ലാം സ്വീകരിച്ച ആ ആയത്ത് പ്രഖ്യാപിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറ അൻ-നംൽ 43 സൂക്തത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന, തമ്പുരാന്റെ ഒരു പ്രസ്താവന: വസദ്ദഹാ മാ കാനത് തഅബുദു മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ ഇവർക്ക് കഴിയാതെ വന്നത് അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ കാരണമാണ്. അഥവാ ഇന്നഹാ കാനത് മിൻ ഖൗമിൻ കാഫിരീൻ. നിഷേധിക്കൂട്ടങ്ങളുടെ ഇടയിലായിരുന്നല്ലോ അവർ ജീവിച്ചത്. അതിനപ്പുറത്തുള്ള ഒരു വെളിച്ചത്തെ കുറിച്ച് അവർക്ക് അറിയുമായിരുന്നില്ല. അതിനപ്പുറത്തൊരു തെളിച്ചമുണ്ടെന്ന് അവർക്ക് അറിയുമായിരുന്നില്ല.
ഈ ഇരുട്ട് നീങ്ങിയിട്ട് ഒരു വിവാദം പൊട്ടിവിടർന്നിട്ടുണ്ട്, ഒരു പ്രവാചകൻ ലോകത്ത് ജീവിക്കുന്നുണ്ട്, സുലൈമാൻ അലൈഹിസ്സലാം എന്നവർക്കറിയുമായിരുന്നില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ ഈ വഴിക്ക് വരുമായിരുന്നു. അറിഞ്ഞപ്പോൾ കണ്ടില്ലേ അവർ തന്റെ ജനതകളുടെ കൂടെ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ഖുർആൻ നമ്മെ ബോധവൽക്കരിക്കുമ്പോൾ ഇത് കേവലം ഒരു കിസ്സ പറയലല്ല. നമ്മൾ പലപ്പോഴും ഖുർആൻ കഥകൾ കിസ്സപ്പാട്ടായി ആസ്വദിക്കുന്നവരാണ്. അതിനപ്പുറത്ത് അതിന്റെ ഗുണപാഠങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെന്നു ചേരാറില്ല എന്ന് വളരെ വിനയപുരസ്സരം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിൽ ഇങ്ങനെ ഒരു നിയോഗം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നും വളരെ കൃത്യമായിട്ട് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് ബിൽക്കീസ് രാജ്ഞിയുടെ ഇസ്ലാം സ്വീകരണം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അധിനിവേശത്തിന്റെ കെടുതിയെ കുറിച്ചുള്ള ഖുർആനിക ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു എന്നതാണ്. ഇതേ സംഭവത്തിന്റെ ഇടയിൽ വിശുദ്ധ ഖുർആൻ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. സൂറ നംലിലെ 34-ാമത് ആയത്തിൽ ഈ സുലൈമാൻ അലൈഹിസ്സലാം സൈന്യവുമായി വരും എന്ന വിവരം കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് രാജ്ഞിയുടെ ഒരു നിരീക്ഷണം. കാലത്ത് അവർ പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ. ഈ രാജാക്കന്മാരുടെ രീതി ഇങ്ങനെയാണ്. അവരൊരു നാട് കയ്യേറാൻ ശ്രമിച്ചാൽ, ഒരു നാട്ടിലേക്ക് കടന്നു വന്നാൽ അഫ്സദൂഹാ, അവർ അതിനെ ആകെ കുഴപ്പത്തിലാക്കി കളയും, ആകെ നശിപ്പിച്ചു കളയും. വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല. അവിടത്തെ പ്രൗഢോജ്വലമായ ജീവൻ നയിക്കുന്ന, അവിടത്തെ ആ രാഷ്ട്രത്തിന്റെ പൗരന്മാരായ ആ അന്തസ്സുറ്റ നിവാസികളെ അവർ അതില്ല നിന്യന്മാരാക്കി മാറ്റും, അടിമകളാക്കി തീർക്കും. ഈ അധിനിവേശത്തിന്റെ നുഖത്തിന് കീഴിൽ ജീവിക്കേണ്ട ഗതികളിലേക്ക് തള്ളിവിടും. അങ്ങനെയാണ് ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ ഈ രാജ്ഞിയുടെ നാവിലൂടെ എന്ന വണ്ണം ഈ സംഭവം വിശദീകരിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു. അഫ്സദൂഹ എന്ന ഈ പ്രയോഗത്തിന്റെ ഉദ്ദേശ്യം അവർ വിശദീകരിക്കുന്നു. അഫ്സദൂ ഫസാദൽ ഇൽമി വൽ ഇഖ്തിസാദി വസ്സിഹി വൽ അഖ്ലാഖി. ആ നാടിന്റെ വൈജ്ഞാനിക മണ്ഡലത്തെ അവർ തകർക്കും. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ, ഗ്രന്ഥശേഖരങ്ങൾ, അവിടെ വൈജ്ഞാനിക സമ്പത്ത്, ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് ആ രാഷ്ട്രത്തിന്റെ വൈജ്ഞാനിക സമ്പത്ത്. വലിയ ഇഖ്തിസാദി, സാമ്പത്തികമായി ആ രാഷ്ട്രത്തിന്റെ നടു അവർ ഒടിച്ചു കളയും. ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ തകർത്ത് കളയും. വല്ലഖ്ലാഖി, അവിടെ ധാർമ്മികതയെ, സനാതന ധാർമ്മിക മൂല്യങ്ങളെ തകർത്ത് കളയും. ഇത് ഇന്നും നടക്കുന്ന കാഴ്ചയാണ്. അഫ്ഗാനിലും ഇറാഖിലും കടന്നു കയറിയവർ അവിടുത്തെ ഗ്രന്ഥശേഖരങ്ങൾ തകർത്തതിന്, പാലവും അവിടുത്തെ ജലാശയങ്ങളും കൃഷിഭൂമികളും തകർത്തതിന്, അവിടുത്തെ മനുഷ്യരെ കൊന്നൊടുക്കിയതിന്, അതുപോലെ തന്നെ അവിടെ വലിയ വലിയ അണുവികരണങ്ങൾക്ക് കാരണമാകുന്ന ആയുധങ്ങൾ നിക്ഷേപിച്ച് അവിടെ ആരോഗ്യത്തെ കീഴ്മേൽ മറിച്ചതിന്, അവിടുത്തെ വരും തലമുറയെ 5 ലക്ഷവും 10 ലക്ഷവും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിന്, അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിൽ വിശുദ്ധ ഖുർആന്റെ വർത്തമാനത്തിന് മുനകളുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് കേവലം ചില ശ്രേഷ്ഠതകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് കൃത്യമായ തെളിച്ചം നമുക്ക് നൽകാൻ മാത്രം അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമാണ് ഈ ഖുർആൻ എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സാമ്രാജ്യത്വ അധിനിവേശം എന്ന് പറയുന്ന, ഇമ്പീരിയലിസം എന്ന് പറയുന്ന അതിന്റെ സകല ലക്ഷണങ്ങളെയും ഖുർആൻ വരച്ചു കാണിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. സൂറ അൽ ബഖറയിൽ വൈദാ തവല്ലാ സആ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ. ഇത്തരം ആളുകൾ ഒരു രാജ്യത്ത് അധികാരം ഏറ്റെടുത്താൽ ലിയുഫ്സിദു ഫീഹാ, അവർ ശ്രമിക്കുന്നത് അവിടെ നശിപ്പിക്കാനായിരിക്കും. വയുഹ്ലികൽ ഹർസ വന്നസ്ല, ആ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരമാകുന്ന കൃഷിയെ, അവരുടെ വരുമാന മാർഗങ്ങളെ അവർ തകർത്ത് കളയും. വന്നസ്ല, തലമുറകളെയും നശിപ്പിക്കും. ഒരു പുതുതലമുറ പിന്നെ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ കഴിയാത്ത വിധം ആ നാടിനെ അവർ നശിപ്പിച്ചു കളയും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കുഴപ്പം ഭൂമിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവനല്ല, അവൻ ഈ ഫസാദിനെ ഇഷ്ടപ്പെടില്ല. സൂറ അൽ ബഖറ 205. അതേ അധ്യായത്തിൽ വീണ്ടും വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, ഇത്തരത്തിൽ അധിനിവേശം ചെയ്യുന്നവരോട് നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കരുത്, നിങ്ങൾ ഒരു നാടിനെ, ജനതയെ, അവിടെ നിലനിൽപ്പിനെ, അന്തസ്സിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഖാലു, അവർ പറയും ഇന്നാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ അതിനെ സംസ്കരിക്കുകയാണ്, നന്നാക്കുകയാണ്, വികസിപ്പിക്കുകയാണ്, ഇവരെ പുതിയ കാലഘട്ടത്തോടൊത്ത് ജീവിക്കാനും സംവദിക്കാനും കെൽപ്പുള്ളവരാക്കി മാറ്റുക എന്ന ഞങ്ങൾ നിയുക്തരായ നിയോഗമാണ് നിർവഹിക്കുന്നത് എന്ന് അവർ ഗീർവാണം മുഴക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തകർക്കുകയാണ്, നശിപ്പിക്കുകയാണ്. അതവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്.
അവരൊരു നാടിനെ, അതിന്റെ സംസ്കാരത്തെ, അതിന്റെ വൈജ്ഞാനിക സമ്പത്തിനെ, അതിന്റെ ധനാഗമന മാർഗത്തെ, ആ നാട്ടിന്റെ തലമുറയെ, അതിന്റെ ആരോഗ്യത്തെ, സ്വസ്ഥതയെ, അത് മുറുകെ പിടിച്ച മൂല്യങ്ങളെ വരെ തകർത്ത് കളയുകയാണ് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അധിനിവേശം എന്ന ഒന്ന് ഏതോ രാഷ്ട്രീയമായ പദപ്രയോഗമാണ്. അതൊന്നും നമ്മുടെ കിതാബിന്റെ പരിധിക്കകത്ത് വരുന്ന ഒന്നല്ല എന്നൊക്കെ സമാധാനിച്ചിരിക്കുന്നവർ വിനയപുരസ്സരം കണ്ണു തുറന്നൊന്ന് വായിക്കണം. എന്താണ് ഈ ഗ്രന്ഥം പറയുന്ന പാഠങ്ങൾ എന്ന്, എന്താണ് ലോകത്ത് നടക്കുന്നത് എന്ന്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കൃത്യമായ വഴി നിർണയിക്കുന്ന ഈ മഹാസൗഭാഗ്യം അത് അവതീർണമായതിന്റെ അനുസ്മരണമായി റമദാൻ മുമ്പിലെത്തി നിൽക്കെ വെറുതെ ഹത്മ തീർത്തിട്ട് പുണ്യം തേടി നിൽക്കല്ല, അതിനപ്പുറത്ത് കണ്ണ് തുറന്ന് മനസ്സും കാതും തുറന്നു വെച്ച് ഖുർആനിനെ അറിയാൻ ശ്രമിക്കണം. ഇമാം ഹസനുൽ ബന്ന ഷഹീദ് തന്റെ ചൊവ്വാഴ്ച പ്രഭാഷണങ്ങളായി നടത്തിയ ആ പ്രഭാഷണ ഗ്രന്ഥമായി രചിച്ച് അൽ ഹദീസ് സുലസാ എന്ന പേരിൽ, അൽ ഹദീസ് സുലസാ എന്ന പേരിൽ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിനും ഒരു അധിനിവേശമുണ്ട്. പക്ഷെ അതിന് അധിനിവേശം എന്ന് പറയാമോ? ഇസ്തിഅമാർ എന്നാണ് പറയാ. അധിനിവേശം തെറ്റായ ഒരു പദപ്രയോഗമാണ്. അതൊരു സമൂഹത്തിന്റെ അന്തസ്സിനെ തകർക്കലാണ് എങ്കിൽ ഇസ്ലാം ഒരു നാട്ടിലേക്ക് കടന്നു കയറും. പ്രവാചകൻ തിരുനബി കത്തിൽ എഴുതിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്ലിം തസ്ലം, മുസ്ലിമായിക്കോ എങ്കിലേ രക്ഷയുള്ളൂ, മുസ്ലിമായിക്കോ എങ്കിലേ നീ രക്ഷപ്പെടൂ എന്ന് പറയുമ്പോ നിങ്ങൾ ഇസ്ലാമിന്റെ വഴിത്താറിൽ വരാൻ തയ്യാറില്ല എങ്കിൽ നിങ്ങൾ കാണിക്കുന്ന അന്യായത്തെ എതിർക്കാൻ ഞങ്ങൾ അങ്ങോട്ട് കടന്നു വരും. ഞങ്ങൾ അങ്ങോട്ട് കടന്നു വരുമെന്ന് പറഞ്ഞാൽ സൈന്യത്തെയും കൊണ്ടുവരുമെന്ന അറിയിപ്പുകൾ നൽകിയ ശേഷം അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ സൈന്യവുമായിട്ട് വരുമെന്ന അങ്ങനെ ഒരു മുഖം ഇസ്ലാമിനുണ്ട്. ആരും ബേജാറാവേണ്ടതില്ല, അങ്ങനെ ഒരു മുഖം ഇസ്ലാമിനുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ഈ കടന്നു കയറ്റത്തെ കുറിച്ച് ഇമാം ഹസനുൽ ബന്ന ഷഹീദ് പറയുന്നു, അമ്മൽ ഫത്ഹുൽ ഇസ്ലാമി, എന്നാൽ ഇസ്ലാമിന്റെ ഈ കടന്നു കയറ്റവും വിജയവും ഇൻ കാനൽ ഫാത്തിഹു വസ്സഹാബിയു, അങ്ങനെ കടന്നു കയറുന്ന ആ കടന്നു കയറ്റ നേതൃത്വം ഒരു സഹാബിയാണ് എങ്കിൽ വഫീ യദിഹിൽ മുസ്ഹഫ്, അദ്ദേഹത്തിന്റെ കയ്യിൽ മുസ്ഹഫ് ഉണ്ടാകും. വഫീ ഖൽബിഹി നൂർ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രകാശമുണ്ടാകും. വൽ ഈമാൻ, വിശ്വാസവും ഉണ്ടാകും. ലാ റഅബത ലഹു ഫിദ് ദുനിയാ യുസിബുഹാ വലം റഅതുൻ യൻജുഹാ, പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മാനം കവരാനോ ഭൂമി പിടിച്ചടക്കാനോ അല്ല അവർ കടന്നു കയറുക. ഹുവൽ അമാറു ബിഐനി, അതാണ് യഥാർത്ഥ ഇസ്ലാമികമായ കടന്നുകയറ്റം. ആ മനുഷ്യരെ വിമോചിപ്പിക്കുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവരെ നീതിയിലേക്ക് കൊണ്ടുവരിക, അവരുടെ മേൽ അധികാരം വാഴുന്ന, അവരെ അടിമകളാക്കി വെച്ച ആ തമ്പ്രാക്കന്മാരെ നിഷ്കാസനം ചെയ്യുക. അങ്ങനെ അവർ എല്ലാവരും സമന്മാർ, അവർക്കുള്ള അള്ളാഹു മാത്രമുള്ള ഒരു ക്രമത്തെ സ്ഥാപിക്കുക. മനുഷ്യ വിമോചനത്തിന്റെ ശരിയായ മുഖം സമൂഹത്തെ അനുഭവിപ്പിക്കുക എന്നതായിരിക്കും ഇസ്ലാമിന്റെ ഇത്തരം കടന്നുകണ്ട മുഖമെന്ന് അദ്ദേഹം കൃത്യമായി ഉദ്ധരിക്കുന്നു. ഇമാം തൊബരി റഹിമഹുല്ലാ പ്രവാചക ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിലെത്തിയപ്പോൾ നടന്ന ഈ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തെ കുറിച്ച് വിശദീകരിച്ചിടത്തും, അതുപോലെ തന്നെ സീറ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ചരിത്ര പുസ്തകത്തിൽ മുഹമ്മദ് സല്ലാബി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിടത്തും ഈ രണ്ട് ഉദ്ധരണവും വെച്ചിട്ട് സർ തോമസ് അർണോൾഡ് ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പേര് അദ്ദേഹം രചിച്ച ഏറെ പ്രശസ്തമായ ഗ്രന്ഥം, ഇംഗ്ലീഷുകാരനായ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് അലീഗറിൽ താമസിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് രചിച്ച ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിലും ഈ വശം കൃത്യമായിട്ട് പറയുന്ന ഒരു ചരിത്രം, ആ ജെറൂസലേം പ്രദേശം ഇസ്ലാമിന് കീഴ്പ്പെട്ടപ്പോൾ മഹാഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹത്തിന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കരാർ എഴുതി നൽകി. ആ കരാർ പത്രം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ മാ അഅത അബ്ദുല്ലാഹി ഉമർ, ഇത് അള്ളാഹുവിന്റെ ദാസൻ ഉമർ നൽകുന്ന കരാറാണ്. അമീറുൽ മുഅ്മിനീൻ, മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായ ഉമർ, അഖില ഈലിയ മിനൽ അമാൻ, ഈലിയ നിവാസികൾക്ക് സംരക്ഷണമേകിക്കൊണ്ട് നൽകുന്ന കത്താണ് എന്ന് പറഞ്ഞ് ആ കരാറിൽ രക്ഷ ഉദ്ധരിക്കാൻ മാത്രം സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അള്ളാഹുവിന്റെ ദാസനായ ഭരണാധികാരി ഉമർ നിങ്ങൾക്ക് നല്ല സംരക്ഷണ പത്രമാണ്. അവൻ എല്ലാവരുടെയും ജീവനും സ്വത്തിനും പള്ളികൾക്കും കുരിശുകൾക്കും മതസംബന്ധിയായ എല്ലാത്തിനും സംരക്ഷണം നൽകും. നിങ്ങളുടെ കുരിശിളക്കി മാറ്റുന്ന പ്രശ്നമില്ല, നിങ്ങളുടെ പള്ളികൾ ഒരിക്കലും വാസസ്ഥലമാക്കുന്ന പ്രശ്നവുമില്ല, നിങ്ങളുടെ കൃഷിയിടം നശിപ്പിക്കുകയില്ല, ആരുടെയും പള്ളികളും വാസസ്ഥലങ്ങളും നശിപ്പിക്കുകയില്ല, അതുപോലെ ആരുടെയും കുരിശുകളോ സ്വത്തുവകകളോ കണ്ടുകെട്ടുകയോ പിടിച്ചെടുക്കുകയില്ല, ആരെയും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുന്ന പ്രശ്നവുമില്ല. വലാ യന്തകിസു മിൻഹാ വലാ മിൻ ഹൈസിഹാ വലാ സലീബിഹിം വലാ മിൻ ഷൈഇൻ മിൻ അംവാലിഹിം വലാ തുക്രിഹൂന അലാ ദീനിഹിം വലാ യുലാറ അഹദ.
ആരെയും ഉപദ്രവിക്കൂല, ആരെയും നിർബന്ധിച്ച് മതം മാറ്റില്ല, ആരുടെയും പള്ളികൾ പിടിച്ചടക്കില്ല, ആരുടെയും കൃഷിയിടങ്ങൾ തകർക്കുകയില്ല, ആരുടെയും കുരിശോ ചർച്ചോ കയ്യേറ്റം ചെയ്യപ്പെടുകയില്ല. നീതിപൂർവ്വം നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ സംരക്ഷണം അനുഭവിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് എഴുതി കൊടുത്ത കരാറാണ്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ പാത്രിയാർക്കീസിന്റെ കൂടെ ആ പ്രദേശം സന്ദർശിക്കുന്ന വേളയിൽ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല കയറിയപ്പോൾ ആ ചർച്ചിൽ പ്രവേശ സമയത്ത് നമസ്കാര സമയമായപ്പോ ഈ പാത്രിയാർക്കീസ് ബാവ തിരുമേനി ഇവിടെ നമസ്കരിക്കാൻ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ ഇവിടെ നമസ്കരിക്കുന്നില്ല. ഞാൻ ഇവിടെ നമസ്കരിച്ചാൽ പിൽക്കാലത്ത് എന്റെ പിൻഗാമികൾ ആരെങ്കിലും ഇത് ഞങ്ങളുടെ ആരാധനാലയമാണെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമോ എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ പള്ളിക്ക് പുറത്ത് വഴിയിൽ നമസ്കരിച്ചു കൊള്ളാം. ഇത്രയും കൃത്യമായ കാഴ്ചപ്പാടോടെ ഒരു ജനസമൂഹത്തിന്റെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അവരിൽ നീതി നടപ്പാകുന്ന ധർമ്മം പുലരുന്ന സുന്ദരമായ ഒരു കടന്നുകയറ്റത്തിന്റെ മുഖവും ഇസ്ലാമിനുണ്ട്. ഇതെല്ലാം ഇസ്ലാമിന്റെ പാഠങ്ങളാണ്. ഇതെല്ലാം ഖുർആന്റെ സന്ദർഭം വെച്ചുകൊണ്ടേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് പഠിക്കണം. സുലൈമാൻ അലൈഹിസ്സലാമയെ കുറിച്ചും ഭരണാധികാരികളായ പ്രവാചകന്മാരെ കുറിച്ചും പഠിപ്പിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിച്ച പാഠങ്ങൾ, അതിന്റെ ഭാഗമായി തിരുസുന്നത്തിലെ കൃത്യമായ വെളിച്ചങ്ങൾ, ഖുലഫാഉർ റാഷിദീങ്ങൾ നൽകിയ പാഠങ്ങൾ, ഈ വക വിഷയങ്ങളെ കൃത്യമായിട്ട് പാശ്ചാത്യ സെക്കുലർ പണ്ഡിതന്മാർ വരെ രചിച്ചും ഗ്രന്ഥമാക്കിയും വ്യത്യസ്ത ഭാഷകളിൽ നമ്മുടെ മലയാള ഭാഷയിൽ പോലും പ്രകാശിതമായിട്ടും ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറില്ലാത്ത വിധം നാം ഇങ്ങനെ ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അതൊന്നും ഇസ്ലാമിനോട് കാണിക്കുന്ന കൂറാവുകയില്ല എന്നെങ്കിലും മിനിമം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിനെ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും നാഥൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.